വാർത്തകളിലേക്ക്. കൊച്ചിയിൽ പഴകിയ ഇറച്ചി പിടികൂടി. 10 കിലോയോളം ബീഫാണ് ഇറച്ചി വിൽപ്പനശാലയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊച്ചിയിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ റെയ്ഡ് അത് കർശനമായി ഇപ്പോഴും തുടരുന്ന ഈ ഒരു സാഹചര്യത്തിലാണല്ലേ ഇവിടെ ഈ ഇറച്ചിശാലയിൽ നിന്ന് ഇത്തരത്തിൽ വീണ്ടും പഴകിയ ഇറച്ചി പിടികൂടിയിട്ടുള്ളത്? ഇത്ര പേർക്ക് ഈ സാധനം കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സ ഇങ്ങനെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇവരതിനൊന്നും പറയാനില്ല. കാരണം സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, കൊച്ചിയിൽ വീണ്ടും പഴകിയ ഇറച്ചി പിടികൂടിയിരിക്കുന്നു. ഇത് എവിടെയാണ് സംഭവം? മറ്റു വിശദാംശങ്ങൾ കൂടി. ആര്യ, ഇന്ന് രാവിലെയാണ് പഴകിയ ഇറച്ചി പിടികൂടുന്നത്. കൊച്ചി കുണ്ടന്നൂരിന് സമീപം ഒരു ഇറച്ചി വിൽപ്പനശാലയുണ്ട്. ആ ഇറച്ചി വിൽപ്പനശാലയിൽ നിന്നാണ് ഈ 10 കിലോയോളം വരുന്ന ഇറച്ചി പിടികൂടിയിരിക്കുന്നത്. ബീഫാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഏതാനും പേർ ഇന്ന് രാവിലെ ഇറച്ചി വാങ്ങി പോയിരുന്നു. അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ പഴകിയ മാംസമാണെന്ന് വീട്ടിലെത്തുമ്പോൾ തിരിച്ചറിയുകയും തിരിച്ച് ഇവിടെ വരികയും ചെയ്തത്. പച്ച നിറത്തിലാണ് ഈ പല ഇറച്ചിയും കാണുന്നത്. ഇന്നലെ വാങ്ങിയ ഇറച്ചിയാണ് ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തുടർന്ന് ഇദ്ദേഹം ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചു. മരട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിച്ചു. അവർ എത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിൽ ഈ ഇറച്ചി വിൽപ്പനശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 കിലോയോളം ഇറച്ചിയാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത്. അടിക്കടി ഇത്തരത്തിൽ കൊച്ചിയിൽ ഇപ്പോൾ ഈ പഴകിയ മാംസം വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട്. പഴകിയ മാംസം പിടികൂടുന്നുമുണ്ട്. നേരത്തെ എല്ലാം നമ്മൾ പിടികൂടിയിരുന്നത് ചിക്കൻ ആയിരുന്നു എങ്കിൽ അത് ഇപ്പോൾ മാറി ബീഫിലേക്ക് മാറി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 10 കിലോയോളം പഴകിയ ബീഫാണ് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ കടയ്ക്ക് ഇറച്ചി വിൽപ്പനശാലയ്ക്ക് ലൈസൻസും ഇല്ല. ഏതായാലും ആരോഗ്യ വിഭാഗം ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണ്. ആര്യ, സുവി, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആരോഗ്യ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥ ഈ കടയുടെ ഉടമ എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയോടാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ സംസാരിക്കുന്നു. ഒരു വിശദീകരണം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് വിശദീകരണമാണ് ഈ ഒരു വിഷയത്തിൽ നൽകിയിട്ടുള്ളത്? ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്? ഇപ്പോഴും ഈ കടയിൽ തന്നെയാണോ ഈ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്? സുവി, തീർച്ചയായും ആര്യ, ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഇവരെ ഈ ഉടമയെ ഇതുവരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല. റെയ്ഡ് നടത്തുകയാണ്. പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്ന വിവരം ഈ ഇറച്ചി വിൽപ്പനശാലയ്ക്ക് ലൈസൻസ് ഇല്ല എന്നാണ്. ഏതായാലും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മരട് നഗരസഭയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം ദൂരെയാണ് ഈ ഇറച്ചി വിൽപ്പനശാല ഉള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടാതിരുന്നത് എന്നാണ് ഏവരും ചോദിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചിയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഈ പഴകിയ മാംസങ്ങൾ പിടികൂടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. എന്നിട്ട് പോലും ഒരു നഗരസഭയ്ക്ക് തൊട്ടടുത്ത് ഇത്തരത്തിൽ ഒരു ഇറച്ചി വിൽപ്പനശാല, പ്രത്യേകിച്ചും യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളുമില്ല, വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് എങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ഏവരും ചോദിക്കുന്നത്. ഏതായാലും ഈ ഒരു പരിശോധന പോലും പ്രഹസനമാണോ എന്ന് പോലും ജനങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും 10 കിലോയോളം ഇറച്ചിയാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നത്. ആര്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ വീണ്ടും പഴകിയ ഇറച്ചി പിടികൂടിയിരിക്കുന്നു. 10 കിലോയോളം ബീഫാണ് പിടികൂടിയത്. മറ്റു വാർത്തകളിലേക്ക്. മലയാള സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും വീണ്ടും ഇടയുന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് വീണ്ടും പ്രതിനിധിയെ ആവശ്യപ്പെട്ടതാണ് ഗവർണറെ ചൊടിപ്പിച്ചത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചതെന്ന് ഗവർണർ ചോദിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് നൽകിയ കത്തിലാണ് വിമർശനം. നന്ദകുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. നന്ദകുമാർ, വിശദാംശങ്ങൾ. ആര്യ, ഈ മാസം 28-നാണ് മലയാളം സർവകലാശാല VCയുടെ കാലാവധി അവസാനിക്കുന്നത്. ഈ കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സെർച്ച് കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് രൂപീകരിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. അതിനാണ് ഗവർണറുടെ പ്രതിനിധിയെ ചോദിച്ച് സർക്കാർ ആദ്യം കത്തയച്ചിരുന്നു. അതിന്റെ മറുപടി കത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോട് അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ വീണ്ടും ആവശ്യപ്പെട്ടത് തന്നെയാണ് ഇത്തരത്തിൽ രോക്ഷത്തോടെ ഒരു മറുപടി നൽകാൻ
കാരണം എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചതെന്നാണ് ഗവർണർ മറുപടിയിൽ ചോദിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ് ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയെ ചോദിച്ച് 2022 ഒക്ടോബർ 14 രാജ്ഭവൻ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ കത്തും ഇത്തരത്തിൽ ഫയലിലും ഉണ്ടായിരുന്നു. എന്നിട്ടും സർവകലാശാല നിയമപ്രകാരം VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർക്കാർ പ്രതിനിധിയും അതോടൊപ്പം തന്നെ UGC പ്രതിനിധിയും ചാൻസലറുടെ പ്രതിനിധിയും ആവശ്യമാണെന്നും എത്രയും വേഗം സർക്കാർ പ്രതിനിധിയുടെ പേര് നൽകണമെന്നും ഇത്തരത്തിൽ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സെർച്ച് കമ്മിറ്റി അംഗമാവുന്നവർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരും അതോടൊപ്പം തന്നെ സർവകലാശാലയുമായോ അതിന് കീഴിലുള്ള കോളേജുമായോ ഒരു തരത്തിലുള്ള ബന്ധമുള്ള ആൾ ആയിരിക്കരുതെന്ന UGC റെഗുലേഷൻ വ്യവസ്ഥയും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഗവർണറുടെ കത്ത് ലഭിച്ചിട്ടും സർക്കാർ പ്രതിനിധിയെ നൽകിയില്ല. പകരം സർക്കാർ തലത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ഒക്ടോബർ 29 ഫയൽ ആരംഭിക്കുകയും ചെയ്തു. സർക്കാർ പ്രതിനിധി ആവശ്യപ്പെട്ട് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കത്ത് നൽകിയ വിവരവും പ്രത്യേകം സൂചിപ്പിച്ച ഫയൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിന്റെ തീരുമാനത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരം 3 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് പകരം 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാർ തീരുമാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫയലിൽ എഴുതുകയും ചെയ്തു. അത് പ്രകാരമുള്ള പ്രതിനിധികളെ ലഭ്യമാക്കി ഫയൽ വീണ്ടും സമർപ്പിക്കാനായിരുന്നു R. ബിന്ദുവിന്റെ നിർദ്ദേശം. എന്നാലും ഈ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഗവർണർ അതിരൂക്ഷമായ ഭാഷയിൽ സംസ്ഥാന സർക്കാരിനെ ഗവർണർ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ കത്ത് അയച്ചതെന്നാണ് ഗവർണർ ചോദിക്കുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇതിനെന്തായാലും മറുപടി കത്ത് നൽകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഈ സെർച്ച് കമ്മിറ്റി പ്രതിനിധി ആവശ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള നടപടികൾ അത് UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് ഗവർണർ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ കത്തയച്ച പശ്ചാത്തലത്തിൽ ക്ഷുഭിതനാവാനുള്ള അല്ലെങ്കിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു കത്ത് സമർപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത് അല്ലേ? തീർച്ചയായും, പ്രത്യേകിച്ച് മലയാളം സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനായും രാജ്ഭവനും ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിനനുസരിച്ച് രാജ്ഭവൻ സർക്കാരിന് കത്തയക്കുകയും ചെയ്തു. അതേസമയം തന്നെ സർക്കാരും ഇത്തരത്തിലൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് സ്വന്തം നിലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഫയൽ സ്വീകരിക്കുകയായിരുന്നു. അത് ഇത്തരത്തിൽ ഗവർണറുടെ കത്ത് മുന്നിലുണ്ടായിട്ട് പോലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത് സ്വന്തം നിലയ്ക്ക് രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തോട് മുന്നോട്ട് പോകുമായിരുന്നു. അത് പ്രകാരമുള്ള പ്രതിനിധികളെ സർക്കാർ ലഭ്യമാക്കി ഫയൽ വീണ്ടും സമർപ്പിക്കാനായിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു. ഇത്തരത്തിൽ സർക്കാരും രാജ്ഭവനും ഒരേ തലത്തിൽ മലയാള സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ഗവർണറുടെ പ്രതിനിധിയെ ആവശ്യപ്പെട്ട് സർക്കാർ കത്തയക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗവർണർ ഇപ്പോൾ അതിരൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ കത്തയച്ചത് എന്നാണ് ഗവർണർ ഇപ്പോൾ മറുപടി ചോദിക്കുന്നത്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരത്തിൽ ഈ ഒരു മറുപടി ഇനി നൽകേണ്ടിയിരിക്കുന്നു. അത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വഴിയായിരിക്കും ഇത്തരത്തിൽ മറുപടി നൽകുകയും ചെയ്യുക. ആര്യ, ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിക്കകത്ത് തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കളകളുണ്ടെങ്കിൽ പറിച്ചു കളയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് PK ശശിയെക്കുറിച്ചാണോ എന്ന ചോദ്യത്തിന് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട എന്നായിരുന്നു മറുപടി. EP ജയരാജന് എപ്പോൾ വേണമെങ്കിലും ജാഥയിൽ പങ്കെടുക്കാമെന്നും അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞു. പാർട്ടിക്കകത്ത് തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി എന്തെല്ലാം തെറ്റായ പ്രവണതയുണ്ടോ ആ പ്രവണതയെ മുഴുവൻ ഈ പാർട്ടി ഫലപ്രദമായി പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഓരോന്നിനും കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. തെറ്റായ ഒരു പ്രവണതയും പാർട്ടി വെച്ച് പൊറപ്പിക്കില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല വിള എല്ലാവർക്കും ശരിയായ രീതിയിൽ ലഭിക്കണമെങ്കിൽ അതിൻ്റെ കള അവസാനിപ്പിക്കേണ്ടില്ല, അത് അവസാനിപ്പിക്കുക ചെയ്യും. വിളവിന് രോഗം വന്നാൽ രോഗം ചികിത്സിച്ചു മാറ്റുകയും ചെയ്യും. EP ജയരാജന് ഏത് സമയത്തും ജാഥയിൽ പങ്കെടുക്കുന്ന യാതൊരു പ്രയാസമില്ല. ഇനിയിപ്പോൾ 18-ാം തീയതി വരെയുണ്ട് ജാഥ. ലൈഫ് മിഷനിൽ അഴിമതിയില്ലെന്നും സർക്കാരിന് ലൈഫ് മിഷനിൽ നഷ്ടമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ആളെ കൊണ്ടുവരുന്നതിൽ തെറ്റ് കാണുന്നില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലൈഫ് മിഷന് ഒരു സംഭവം നടന്നിട്ടില്ല. ലൈഫ് മിഷൻ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ്. ഇപ്രാവശ്യവും ലക്ഷക്കണക്കിന് ആൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെയുള്ളതല്ലേ ആ തർക്കം തീർന്നോട്ടെ. ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. ഗവൺമെന്റിന്റെ ഒരു പൈസ അതിന്റെ ഭാഗമായിട്ടില്ല. അതെല്ലാം പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യപ്പെടുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചോട്ടെ. അതിൽ ആർക്കെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? ആർക്കാണോ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തോട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല.
ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികളെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാഷ്ട്രീയക്കാർ ക്ഷേത്രഭരണങ്ങളിൽ ഇടപെടേണ്ടതില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇക്കാര്യം ബാധകമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നരേന്ദ്രമോദിക്ക് അമ്പല ട്രസ്റ്റിന്റെ പ്രധാനപ്പെട്ട പൂജാരിയായി വരാം. അപ്പോൾ അത് സുപ്രീം കോടതിയായിരിക്കും പരിഗണിക്കേണ്ടി വരിക. ഹൈക്കോടതി മാത്രം പരിഗണിച്ചാൽ ശരിയാവില്ല. എന്നാൽ ഞങ്ങളെടുക്കുന്ന നിലപാട് ഒരു രാഷ്ട്രീയ നേതാവും ഒരമ്പലത്തിന്റെയും അല്ലെങ്കിൽ ഏത് സംവിധാനത്തിന്റെയും ഭാഗമായിട്ട് വരാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത വിശ്വാസികൾക്ക് മുഴുവൻ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ അവകാശമുണ്ട്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ശശിക്കെതിരെയുള്ള അഴിമതി ആരോപണം അന്വേഷിച്ച ഏകാംഗ കമ്മീഷന് മുന്നിൽ പരാതിക്കാർ സമർപ്പിച്ച രേഖകൾ പുറത്ത്. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി സമർപ്പിച്ച തെളിവുകളുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. PK ശശി പാർട്ടിയുടെ മറവിൽ 7 പ്രധാന ക്രമക്കേടുകൾ നടത്തിയെന്നാണ് പരാതിക്കാർ ഏകാംഗ കമ്മീഷനായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശിനോട് പറഞ്ഞത്. ആരോപണങ്ങൾ സംബന്ധിച്ച തെളിവുകളും ഇവർ ഹാജരാക്കി. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന് CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്ന് 5,60,00,000 രൂപ ഓഹരി വാങ്ങിയതിന്റെ രേഖകൾ, മണ്ണാർക്കാട് സർക്കിൾ സഹകരണ വകുപ്പിലെ വിവിധ സൊസൈറ്റികളിൽ പാർട്ടി അറിയാതെ നടത്തിയ 35 നിയമനങ്ങളുടെ രേഖകൾ, യൂണിവേഴ്സൽ കോളേജിൽ ചെയർമാനാകാൻ മണ്ണാർക്കാട് താലൂക്കിലുള്ള സഹോദരിയുടെ അഡ്രസ്സിൽ അഡ്രസ് പ്രൂഫ് ഉണ്ടാക്കിയതിന്റെ രേഖകൾ, ഡ്രൈവർ PK ജയന്റെ പേരിൽ അലനല്ലൂർ വില്ലേജ് പരിസരത്ത് 1 കോടിക്ക് മുകളിൽ വാങ്ങിയ സ്ഥലത്തിന്റെ ആധാരം, പോക്കുവരവ് സർട്ടിഫിക്കറ്റുകൾ, മണ്ണാർക്കാട് നഗരസഭയിൽ പാവടിക്കുളത്തിന് സമീപത്തുള്ള പാർട്ടിയുടെ സ്ഥലക്കച്ചവടത്തിന്റെ രേഖകൾ, യൂണിവേഴ്സൽ കോളേജിന് സമീപം മകന്റെ പേരിൽ വാങ്ങിയ 1 ഏക്കർ സ്ഥലത്തിന്റെ രേഖകൾ, പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസായ നായനാർ സ്മാരകത്തിന്റെ നിർമ്മാണത്തിൽ PK ശശിയുടെ റൂറൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് മാറ്റിയ 10 ലക്ഷത്തിന്റെയും ജില്ലാ സമ്മേളനം നടത്തിയ വകയിൽ ശശിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ 10 ലക്ഷം രൂപയുടെ തെളിവുകൾ എന്നിവയാണ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയത്. പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള അനുമതിയും PK ശശിയുടെ ഇടപാടുകൾക്കുണ്ടായിരുന്നില്ല. തെളിവുകൾ പരിശോധിച്ച ശേഷം CPM സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിക്കും. PK ശശിയുടെ ഇടപാടുകളിൽ ക്രമക്കേട് ബോധ്യപ്പെട്ടാൽ നടപടിയുണ്ടാകും. ന്യൂസ് 18 പാലക്കാട്. KTDFCയിൽ നിന്നെടുത്ത വായ്പാ ബാധ്യത തീർക്കാൻ തിരുവനന്തപുരം കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടുന്ന വ്യാപാര സമുച്ചയങ്ങൾ കൈമാറാൻ KSRTC. വാണിജ്യ സമുച്ചയങ്ങൾ സ്ഥിതി ചെയ്യുന്ന KSRTCയുടെ ഭൂമിയാണ് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷന് വിട്ടു നൽകുന്നത്. തമ്പാനൂർ, കോഴിക്കോട്, അങ്കമാലി, തിരുവല്ല എന്നീ സ്ഥലങ്ങളിലെ വാണിജ്യ സമുച്ചയങ്ങൾ നിലനിൽക്കുന്ന ഭൂമിയാണ് KTDFCക്ക് കൈമാറുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ KSRTCക്ക് നൽകാനുള്ള 500 കോടി തിരിച്ചടയ്ക്കാൻ KTDFC ആവശ്യപ്പെട്ടെങ്കിലും പണമടച്ചില്ല. ഭൂമി ലഭിക്കുന്നതോടെ 100 കോടിയുടെ ആസ്തി KTDFCക്ക് കണക്കാക്കാനാകും. സാമ്പത്തിക ബാധ്യത കാരണം നിക്ഷേപം സ്വീകരിക്കാൻ KTDFCക്ക് റിസർവ് ബാങ്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇതിന് പരിഹാരമായാണ് ഭൂമി കൈമാറ്റം. നൽകാനുള്ള തുകയ്ക്ക് പകരമായി വിപണി വില നിശ്ചയിച്ച് കോംപ്ലക്സുകൾ മാത്രമായി കൈമാറാനാണ് ആലോചന. ഡിപ്പോ മൊത്തത്തിൽ കൈമാറില്ല. തമ്പാനൂരിൽ 4.5 ഏക്കർ ഡിപ്പോയിൽ KTDFCയുടെ കെട്ടിടവും അത് സ്ഥിതി ചെയ്യുന്ന 90 സെന്റുമായിരിക്കും കൈമാറുന്നത്. അതേസമയം പുതുക്കിയ കൺസോർഷ്യം വായ്പയിൽ KTDFCയുടെ വിഹിതത്തിൽ 150 കോടി രൂപയിൽ താഴെയാണ് KSRTCക്ക് ഇനി നൽകാനുള്ളത്. ഭൂമി കൈമാറ്റത്തിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളി സംഘടനകൾക്ക് കടുത്ത പ്രതിഷേധവുമുണ്ട്. KSRTCയെ രക്ഷിക്കാനാണ് KTDFC എന്ന സ്ഥാപനം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ KTDFCയെ കൂടി രക്ഷിച്ചെടുക്കേണ്ട ഗതികേടിലാണ് സർക്കാർ. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 18. നിർബന്ധിത VRS എന്നത് വ്യാജ വാർത്തയെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. അത് LDF സർക്കാരിന്റെ നയമല്ല. മാനേജ്മെന്റ് തലത്തിലോ സർക്കാർ തലത്തിലോ ഇക്കാര്യം ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. VRSനെ സംബന്ധിച്ച് നിർബന്ധിത VRS KSRTCയിൽ ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളൊരു വ്യാജ വാർത്ത കഴിഞ്ഞ ദിവസങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. നിർബന്ധിത VRS LDF ഗവൺമെന്റിന്റെ നയമല്ല. അങ്ങനെ നിർബന്ധിച്ച് ഒരാളെപ്പോലും VRS വാങ്ങാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അങ്ങനെ ഒരു തീരുമാനം ഒരു തലത്തിലും ആലോചിച്ചിട്ടുമില്ല, കൈക്കൊണ്ടിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അനർഹർ തട്ടിയെടുത്ത കേസിൽ അപേക്ഷകർക്ക് ചട്ടങ്ങൾ മറികടന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ചില ഡോക്ടർമാരുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാമ്പത്തിക സ്ഥിതി വിജിലൻസ് പരിശോധിക്കുന്നു. സർട്ടിഫിക്കറ്റുകളുടെ പേരിൽ ഏജന്റുമാരിൽ നിന്ന് ഇവർ സ്ഥിരമായി കൈക്കൂലി വാങ്ങിയിരുന്നതായും വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. അപേക്ഷ നൽകാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നവരെ ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും മുന്നിലെത്തിക്കാൻ കണ്ണികൾ പ്രവർത്തിച്ചിരുന്നതായും വിജിലൻസ് സംശയിക്കുന്നു.
കൊല്ലം പുനലൂരിൽ 1500 മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയ ഡോക്ടറുടെയും ഒരേ ദിവസം 10 സർട്ടിഫിക്കറ്റിലധികം നൽകിയ ഡോക്ടർമാരുടെയും സർട്ടിഫിക്കറ്റുകൾ നൽകിയ വിദഗ്ധരല്ലാത്ത ഡോക്ടർമാരുടെയും സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. പ്രാഥമിക റിപ്പോർട്ട് എത്രയും വേഗം സർക്കാരിന് കൈമാറാനാണ് വിജിലൻസ് തയ്യാറെടുക്കുന്നത്. അന്തിമ റിപ്പോർട്ട് 1 മാസത്തിനകം കൈമാറും. അന്തിമ റിപ്പോർട്ടിൽ ഓരോ കേസിലെയും വീഴ്ച കൃത്യമായി പ്രതിപാദിക്കും. വിജിലൻസ് വകുപ്പിന് കൈമാറുന്ന റിപ്പോർട്ട് ആരോഗ്യ റവന്യൂ വകുപ്പുകൾക്ക് തുടർ നടപടികൾക്കായി കൈമാറും. മതിയായ ചികിത്സാരേഖയില്ലാതെയാണ് ചില ഡോക്ടർമാർ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നതെന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി. പല കേസിലും അപേക്ഷകർ നേരിട്ട് ഹാജരായിട്ടില്ല. പകരം ഏജന്റുമാരാണെത്തിയത്. വിദഗ്ധ ഡോക്ടർമാരല്ല പലർക്കും സർട്ടിഫിക്കറ്റ് നൽകിയത്. ഹൃദ്രോഗമുണ്ടെന്നും കിഡ്നി തകരാറിലായെന്നും സർട്ടിഫിക്കറ്റുകൾ നൽകിയത് വിഷയവിദഗ്ധരല്ലാത്ത ഡോക്ടർമാരാണ്. ഏജന്റുമാർ കൊണ്ടുവരുന്ന അപേക്ഷകൾക്ക് കൂട്ടത്തോടെ സർട്ടിഫിക്കറ്റുകൾ നൽകിയതായും കണ്ടെത്തി. സർട്ടിഫിക്കറ്റ് നൽകുന്ന ഡോക്ടർമാർ അക്കാര്യം അറിയിച്ച് ക്യാൻവാസിംഗും നടത്തി. സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചില ജില്ലകളിൽ അപേക്ഷകരിൽ നിന്നും ഏജന്റുമാരിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തി തുടങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ നാളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെയും ചാറ്റ് സന്ദേശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലൈഫ് മിഷൻ കോഴ ഇടപാടിലെ ചുരുളുകൾ അഴിക്കാനാകുമെന്നാണ് ഇഡിയുടെ പ്രതീക്ഷ. റെഡ് ക്രിസന്റ് നൽകിയ 19 കോടി രൂപയിൽ 4.50 കോടിയാണ് കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കും മറ്റുള്ളവർക്കുമായി കോഴ നൽകിയിരിക്കുന്നത്. M ശിവശങ്കറിന് പുറമെ അത് ആർക്കെല്ലാം വിതരണം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ രവീന്ദ്രന് അറിയാനാകുമെന്ന് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് തന്നെ രവീന്ദ്രനെ 2-3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യേണ്ടിവരുമെന്നും ഇഡി ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. നാളെ രാവിലെ 10 മണിയോടെ കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. M ശിവശങ്കറിനെ 9 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്തെങ്കിലും വിലപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മറ്റൊരു ശക്തനായ ആളെ വിളിച്ചു വരുത്തുന്നത്. ക്ലിഫ് ഹൌസിൽ നടന്ന ചർച്ചയിൽ CM രവീന്ദ്രൻ പങ്കെടുത്തിരുന്നു എന്നും അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുമാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. CM രവീന്ദ്രനും സ്വപ്നയും തമ്മിലുള്ള അടുപ്പം വെളിവാക്കുന്ന ചാറ്റുകളും ലൈംഗിക ചുവലയുള്ള ചാറ്റുകളും പുറത്തുവന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. തിരികെ വാർത്തകളിലേക്ക്. നിയമസഭയിലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. ചോദ്യോത്തരവേള വരെയുള്ള നടപടിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഗ്യാലറിയിൽ പ്രവേശിപ്പിക്കുന്നതായിരുന്നു കാലങ്ങളായി നിയമസഭയിലെ കീഴ്വഴക്കം. എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത് റദ്ദാക്കിയിരുന്നു. ലോകത്താകെ കോവിഡ് ഭീഷണി ഒഴിയുകയും നിയമസഭയിലെ കോവിഡ് പ്രോട്ടോകോൾ പിൻവലിക്കുകയും ചെയ്ത കാലങ്ങൾ കഴിഞ്ഞിട്ടും മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് പിൻവലിച്ചിട്ടില്ല. മാധ്യമ വിലക്ക് അടിയന്തരമായി പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. സർക്കാർ ജീവനക്കാർക്ക് 4ാം ശനിയാഴ്ച അവധി നൽകാനുള്ള തീരുമാനം സർക്കാർ ഉപേക്ഷിച്ചു. സർവീസ് സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം. എന്നാൽ ആശ്രിത നിയമനത്തിലെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജീവനക്കാരുടെ സംഘടനകളുമായി തുടർ ചർച്ചകൾ നടത്തും. ഇസ്രായേലിൽ കാണാതായ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ കർഷകൻ ബിജു കുര്യനെ കണ്ടെത്തി. ബിജു കുര്യനെ ഉടൻ നാട്ടിലേക്ക് തിരിച്ചയക്കും. ഈ മാസം 16-നാണ് ബിജു കുര്യനെ കാണാതായത്. ഇസ്രായേലിൽ കൃഷി പഠിക്കാൻ കേരളത്തിൽ നിന്നുള്ള കർഷക സംഘത്തോടൊപ്പം പോയതായിരുന്നു ബിജു കുര്യൻ. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനാണ് സംഘത്തിൽ നിന്ന് ഇയാൾ മുങ്ങിയതെന്നാണ് സൂചന. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ CBI ചോദ്യം ചെയ്യുകയാണ്. പാർട്ടി അണികൾക്കൊപ്പം രാജ്ഘട്ടിൽ സന്ദർശിച്ച ശേഷം 11 മണിയോടെയാണ് സിസോദിയ CBI ആസ്ഥാനത്ത് ഹാജരായത്. ചോദ്യം ചെയ്യലിന് ശേഷം സിസോദിയയുടെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്നും തെറ്റായ ആരോപണങ്ങളുടെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാൽ കാര്യമാക്കുന്നില്ലെന്നും സിസോദിയ പ്രതികരിച്ചു. मैं जानता हूँ आप कभी नहीं चाहोगे कि मुझे ये पता चले कि आपने पढ़ाई ठीक से नहीं की या माँ बाप की बात नहीं मान रहे और मैं खाना छोड़ दूं. ഇതിനിടെ CBI ആസ്ഥാനത്തിന് മുന്നിൽ ആം ആദ്മി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറികടന്ന് ഇവർ അകത്ത് കടക്കാൻ ശ്രമിച്ചതോടെ നേരിയ സംഘർഷം ഉടലെടുത്തു. ഇതോടെ ഡൽഹി പോലീസ് നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി.
പുൽവാമയിൽ കശ്മീരി പണ്ഡിറ്റിനെ ഭീകരർ വെടിവെച്ചു കൊന്നു. കശ്മീരി പണ്ഡിറ്റായ സഞ്ജയ് ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. പുൽവാമയിൽ ബാങ്കിന്റെ സെക്യൂരിറ്റി ഗാർഡാണ് സഞ്ജയ് ശർമ്മ. മാർക്കറ്റിലേക്ക് പോകും വഴിയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറായി നിയമിതരായ അഡ്വക്കേറ്റ് KG അനിൽകുമാറിന് ഇരിങ്ങാലക്കുട പൌരാവലിയുടെ ആദരം. കൂടൽ മാണിക്യ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ശേഷമായിരുന്നു ആദരിക്കൽ ചടങ്ങ്. ICL ഫിൻകോർപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് KG അനിൽകുമാർ. നഗരസഭ മൈതാനിയിലെ വേദിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, രൂപത മെത്രാൻമാർ പോളി കണ്ണുകാടൻ, TN പ്രതാപൻ MP, MLAമാരായ P ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, ET ടെസൻ മാസ്റ്റർ, മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, മുൻ MLA പ്രൊഫസർ KU അരുണൻ, MB ജാക്സൺ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകർ നയിച്ച സംഗീത വിരുന്നും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.